വിശദീകരിക്കാൻ പോണത് ജ്യോതിഷത്തിൽ പ്രേത ബാധകൾ. അതാണ് ജ്യോതിഷത്തിൽ ബാധ എന്നാൽ തടസ്സം അല്ലെങ്കിൽ ഉപദ്രവം ചെയ്യുന്ന ശക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. ജനിച്ച ഓരോ വ്യക്തിയും മരിക്കുമെന്നത് ഒരു പ്രപഞ്ച സത്യമാണ്. ജീവിച്ചിരുന്നപ്പോൾ നമ്മളെ സ്നേഹിക്കുകയും നമ്മൾ സ്നേഹിച്ചതുമായ വ്യക്തികൾ മരിക്കുമ്പോൾ നമുക്ക് ഭയവും ആദിയുമാണ്. ഈ വ്യക്തിയുടെ മരണം കൊണ്ട് ജീവിച്ചിരിക്കുന്ന മക്കൾക്കോ ബന്ധുക്കൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള ദുരിതമോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുമോ ഇതറിയാൻ അവർ ജ്യോത്സ്യനെ സമീപിക്കുന്നു. മരിച്ച വ്യക്തിയുടെ അസ്ഥി സഞ്ചയനത്തിന് മുഹൂർത്തം നോക്കാൻ വരുമ്പോഴായിരിക്കും മിക്കവാറും ഈ വക കാര്യങ്ങൾ ജ്യോത്സ്യനോട് അന്വേഷിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ദുരിതമുണ്ടെങ്കിൽ പിതൃവിനെ പ്രേതാവാഹനം നടത്തി പിതൃക്കളെ ഇരുത്തുന്ന ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൊടുത്താൽ നമ്മുടെ ദുരിതങ്ങൾ തീരുമല്ലോ എന്നാണ് ഇക്കൂട്ടർ ചിന്തിക്കുന്നത്. ഒട്ടുമിക്ക ജ്യോത്സ്യന്മാരും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. ഞങ്ങളെപ്പോലുള്ള കുറെ അധികം ജ്യോത്സ്യന്മാരാണ് ഗുരു ഉപദേശപ്രകാരം ഇതിനെ നിരുത്സാഹപ്പെടുത്തുന്നത്. ഇതിന്റെ ശാസ്ത്രീയ വശങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി പിന്തിരിപ്പിക്കാറാണ് പതിവ്. മരണം കൊണ്ട് ദുരിതമുണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങളുമുണ്ട്. അല്ലാതെ പിതൃവിനെ ക്ഷേത്രത്തിൽ ഇരുത്തുകയല്ല വേണ്ടത്. ഇന്നത്തെ കാലത്ത് ചിലർ മാതാപിതാക്കളെ വൃദ്ധസ്ഥാനത്തിലാക്കുന്ന പ്രവൃത്തി പോലെയാണ് ക്ഷേത്രത്തിൽ ഇരുത്തിയാൽ സംഭവിക്കുന്നത്. ക്ഷേത്രത്തിൽ പിതൃവിനെ ഇരുത്തിയാൽ പുറത്തു പോകാൻ സ്വാതന്ത്ര്യമില്ല. വർഷത്തിലൊരിക്കൽ മക്കൾ അവിടെ ബലിതർപ്പണത്തിനും ചെല്ലുന്നു. പിതൃവിന് ദുഃഖം കൂടുകയേ ഉള്ളൂ. വർഷത്തിലൊരിക്കൽ മക്കൾ അവിടെ ചെല്ലുന്നതിനാൽ ക്ഷേത്രത്തിൽ ഇരുത്തിയാൽ പിന്നെ ശ്രാദ്ധ കർമ്മങ്ങൾക്ക് വിധിയില്ല, ആവശ്യവുമില്ല. ഈ ആളുകൾക്ക് എന്തെങ്കിലും ദുരിതം വന്നു ജ്യോത്സ്യനെ കണ്ട് രാശി വയ്ക്കുമ്പോൾ ദുരിത കാരണം പിതൃദുരിതമായി കാണപ്പെടുന്നു. പിതൃശാപം അല്ലെങ്കിൽ പിതൃദുരിതമായി കാണപ്പെടുകയും ചെയ്യും. പ്രേതബാധ ചിന്തനം ജ്യോതിഷത്തിലെ അതിപ്രധാനമായ ഒരു വിഷയമാണ്. എപ്പോഴാണ് ശരീരം വിട്ടു പോകുന്ന ആത്മാവ് പ്രേതമായി മാറുന്നത്? അകാല മൃത്യുവിന് ഇടയാകുന്നവർ, അപകട മരണങ്ങൾ, ആത്മഹത്യകൾ, കൊലപാതകം തുടങ്ങിയവ ഇതിൽപ്പെടുന്നു. ശ്രാദ്ധകർമ്മങ്ങൾ ബന്ധുക്കൾ ചെയ്യാതിരുന്നാൽ തൃപ്തി വരാത്ത ആത്മാക്കളാണ് പുനർജന്മം കിട്ടാതെ അലഞ്ഞു തിരിയുന്ന ആത്മാക്കൾ എന്ന് ഹൈന്ദവ വിശ്വാസം. ഈ ആത്മാക്കൾ തങ്ങൾക്ക് അനുയോജ്യമായ ജീവചര്യകൾ അനുഷ്ഠിക്കുന്ന ശരീരങ്ങളിൽ കുടിയേറുന്നു. മിക്കവാറും ബന്ധുക്കളുടെ ശരീരങ്ങളിലാകാൻ സാധ്യത കൂടും. ആവേശിപ്പിക്കപ്പെട്ട മനുഷ്യന്റെ മാനസികവും ശാരീരികവുമായ പ്രവർത്തനങ്ങളിൽ ഇടപെട്ട് അവരുടെ ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്നു. പ്രേതബാധിതർക്ക് സ്വയം വ്യക്തിത്വവും രണ്ടാമതായി പ്രേത വ്യക്തിത്വവും ഉള്ളതായി അനുഭവപ്പെടും. വൈദ്യശാസ്ത്രത്തിൽ പ്രേതബാധ ഒരു മാനസിക രോഗമായിട്ടാണ് കരുതപ്പെടുന്നത്. ആധുനിക മനോരോഗ ഡോക്ടർമാർ ജ്യോതിഷ പരിഹാരങ്ങളായ മന്ത്രവാദം, ബാധ ഒഴിപ്പിക്കൽ, പ്രാർത്ഥന, ഏലസ് ധരിക്കൽ എന്നിവയും ഔഷധ ചികിത്സയ്ക്ക് സമാന്തരമായി ചെയ്യുന്നത് കൊണ്ട് ദോഷമില്ല എന്ന അഭിപ്രായക്കാരാണ്. മരുന്നിനോടൊപ്പം വിശ്വാസത്തോടെ പ്രവർത്തിച്ച് പ്രേതബാധ രോഗം മാറുന്നെങ്കിൽ അത് പരീക്ഷിക്കുന്നതിൽ തെറ്റില്ലെന്ന അഭിപ്രായം അവർക്കുണ്ട്. പ്രേതബാധ വൈദ്യശാസ്ത്രത്തിൽ മനോരോഗമായി കണക്കാക്കുന്നതിനാൽ പ്രേതബാധിതരെ മനോരോഗ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അവിടെ ശക്തിയേറിയ ഔഷധയോഗം, വൈദ്യുതി കാന്ത തരംഗ പ്രയോഗം, അതായത് ഷോക്ക് ട്രീറ്റ്മെന്റ് എന്നിവ നടത്തുന്നു. ഇവ തൽക്കാലം ആശ്വാസം തരുമെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ ശരീരത്തിന് വൈകല്യങ്ങൾ വരെ വരാം. അത്രയും സൈഡ് എഫക്റ്റ് ഉണ്ടാകും. ഇങ്ങനെയൊക്കെ ആയതിനാൽ പ്രേതബാധയുള്ള വ്യക്തികളെ ദൈവികവും വിശ്വാസപരമായ പരിഹാരങ്ങൾ കണ്ടെത്തി പരീക്ഷിക്കുന്നതിൽ
തെറ്റില്ലല്ലോ. പ്രേതബാധ ആരുടേതാണ് ആവേശിക്കപ്പെട്ടുള്ളതെന്നും ബാധിക്കാനുള്ള കാരണം അറിയാനും കണ്ടുപിടിക്കാനും ജ്യോതിഷത്തിൽ രാശി വെച്ച് അറിയുവാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് ബാധ മാറ്റാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ പരിഹാരങ്ങൾ ചെയ്ത് ബാധ കൂടിയ വ്യക്തിയുടെ ബാധ മാറ്റിയ അനുഭവങ്ങളും മാറിയ അനുഭവങ്ങളും ധാരാളമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രേതബാധ, അതിനെക്കുറിച്ച് ചെറുതായിട്ട് ഒന്ന് നമ്മൾ വിവരിച്ചേക്കുന്നത്. ഒരുപാട് നമുക്ക് പറയാനുള്ളത്, പക്ഷെ നമ്മൾ വളരെ ലഘൂകരിച്ചു വളരെ ചുരുക്കി പറഞ്ഞേക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ കണ്ടിന്യൂ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നമസ്തേ.